തിരുവനന്തപുരം പൂവാർ കപ്പൽ നിർമ്മാണശാല കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം കേരളത്തിന് അയച്ച കത്ത് ജനം TV പുറത്തുവിടുന്നു. കപ്പൽ നിർമ്മാണശാലയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ 3000 ഏക്കർ സ്ഥലം കണ്ടെത്തി കൊടുക്കാനാണ് കേന്ദ്രം കേരളത്തിന് കത്തയച്ചത്. ആയിരക്കണക്കിന് പേർക്ക് ജോലി സാധ്യത തുറക്കുന്ന പദ്ധതിയോട് കേരളം മുഖം തിരിക്കുകയാണ്. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, വളരെ ബൃഹത്തായ ഒരു പദ്ധതി പൂവാറിൽ കപ്പൽ നിർമ്മാണശാല കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം കേരളത്തിന് എന്നാണ് കത്തയച്ചത്. ഈ കത്തിനോട് സർക്കാരിന്റെ പ്രതികരണം എന്താണ്? കഴിഞ്ഞ ജൂലൈ 29-നാണ് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രിയായിട്ടുള്ള സർബാനന്ദ സോനോവാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിലൊരു കത്ത് അയച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത് 29 ജൂലൈ 3 ഓഗസ്റ്റ് 2024 ഈ കത്ത് സ്വീകരിച്ചതായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള രേഖകൾ വ്യക്തമാക്കുന്നു. ഈ നാളിതുവരെയായി, അതായത് ഇപ്പോൾ ഏതാണ്ട് മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, 2025 കടന്നിരിക്കുന്നു. എന്നിട്ടും ഈ കത്തിലൊരു മറുപടി നൽകാൻ സംസ്ഥാനം തയ്യാറായിട്ടില്ല എന്നുള്ളത് വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് 2047 രാജ്യത്തെ വികസനത്തിന്റെ പരകോടിയിലെത്തിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്യമിട്ട് വികസിത ഭാരത് എന്ന ലക്ഷ്യവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് സമുദ്രയാന മേഖലയുടെ സമഗ്ര നവീകരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വലിയൊരു നയം കൊണ്ടുവന്നിരുന്നത്. അതിനെ മാരിടൈം അമൃതകാൽ വിഷൻ 2047 എന്ന പേരിലാണ് കേന്ദ്രം വിളിക്കുന്നത്. ഇതിന്റെ ഭാഗമായി സമുദ്രയാന മേഖലയിലെ വിവിധ പദ്ധതികൾക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ കപ്പൽ നിർമ്മാണശാലകൾക്ക്, തുറമുഖങ്ങളുടെ വികസനങ്ങൾക്ക്, അടിസ്ഥാന സൗകര്യ വികസനത്തിന്, തുറമുഖങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള റോഡ് പദ്ധതികൾ, ഇങ്ങനെ വലിയ ബൃഹത്തായ ഒരു പദ്ധതിയുമായി കേന്ദ്രം മുന്നോട്ട് പോവുകയാണ്. രാജ്യത്ത് ആകമാനമായി ഏതാണ്ട് 80 ലക്ഷം കോടിയുടെ ഒരു വലിയ പദ്ധതിക്കാണ്, അല്ലെങ്കിൽ അത്തരം വലിയൊരു നയത്തിനാണ് കേന്ദ്ര സർക്കാർ രൂപം നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് വിവിധ സംസ്ഥാനങ്ങൾക്ക് സമാനമായ ഒരു രീതിയിൽ ഈ രീതിയിലുള്ള ഒരു കത്ത് നൽകിയിരിക്കുന്നത്. കേരളത്തിനും ഈ കപ്പൽ നിർമ്മാണശാലയ്ക്ക് അനുയോജ്യമായ സ്ഥലം കണ്ടെത്താൻ ആവശ്യപ്പെട്ടുള്ള കത്തായിരുന്നു ഇങ്ങനെ കേന്ദ്രം നൽകിയത്. ഈ കത്ത് ലഭിച്ചത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ കത്ത് ലഭ്യമായിട്ട് കൂടി ഇതുവരെയും ഒരു മറുപടി പോലും സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. ഈ കത്തിലെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിൽ അനുയോജ്യമായ സ്ഥലത്ത് ഏതാണ്ട് 2500 മുതൽ 3000 ഏക്കർ വരെ ഭൂമി ഏറ്റെടുക്കാനുള്ള ഒരു സാഹചര്യം കണ്ടെത്തി. ആ സാഹചര്യം അത് കേന്ദ്രത്തിനെ അറിയിക്കണം. അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസനവും ഈ മേഖലയിൽ ഉറപ്പിക്കാനുള്ള നടപടികൾ സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകണം. ഒപ്പം മറ്റ് പ്രത്യേകിച്ച് ആവശ്യമായ അനുമതികളൊക്കെ വളരെ പെട്ടെന്ന് ലഭ്യമാക്കാനുള്ള സൗകര്യം, വൈദ്യുതി സംവിധാനങ്ങൾ, റോഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള പദ്ധതികൾ, ഇവയെല്ലാം കേന്ദ്രത്തെ അറിയിക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭ്യമായ ഈ കത്ത് പ്രകാരം കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നത്. നമ്മളിതിൽ മനസ്സിലാക്കേണ്ട കാര്യം 2500-3000 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് രാജ്യത്തെ വലിയൊരു കപ്പൽ നിർമ്മാണശാലയ്ക്ക്, കേരളത്തിലെ രണ്ടാമത്തെ ഒരു കപ്പൽ നിർമ്മാണശാലയ്ക്ക് തുടക്കമിടാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് തിരുവനന്തപുരത്തിന് വന്നിരുന്നത്. വിഴിഞ്ഞം തുറമുഖവുമായി അടുത്ത് കിടക്കുന്ന പൂവാർ മേഖലയിൽ ഒരു കപ്പൽ നിർമ്മാണശാല കൂടി വരുമ്പോൾ സംസ്ഥാനത്തിന്റെ വികസന സാധ്യതകൾ എന്ന് പറയുന്നത് സമാനതകളില്ലാത്ത നിലവാരത്തിലേക്ക് അത് കുതിച്ചുയരുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ. ഒരുപക്ഷേ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖ, അതോടൊപ്പം തന്നെ കപ്പൽ നിർമ്മാണശാലയുമായി തിരുവനന്തപുരം മാറാനുള്ള എല്ലാ സാധ്യതകളും കേന്ദ്ര സർക്കാർ തുറന്നിടുമ്പോഴാണ് അതിനോട് സംസ്ഥാന സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ടത്. പ്രജിത്ത്, ഇത്തരത്തിൽ കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കത്തയച്ചിട്ട് ഏതാണ്ട് 5 മാസം പിന്നിട്ടിരിക്കുകയാണ്. ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണവും സംസ്ഥാനം കേന്ദ്രത്തിന് നൽകിയില്ല എന്നും പറയുന്നു. നോക്കൂ, ഓരോ ബജറ്റിന് മുൻപായും ഓരോ പദ്ധതികളുടെ പേര് സംസ്ഥാന സർക്കാർ പുറത്തുവിടുകയാണ്, ഇത്ര ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്ന്. പക്ഷേ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനോട് കൃത്യമായി മുഖം തിരിച്ചു നിൽക്കുകയാണ്. പിന്നീടത് കേന്ദ്ര അവഗണന എന്ന ഒരു ശീർഷകം നൽകി അത് അവസാനിപ്പിക്കുന്ന രീതിയാണ് സംസ്ഥാന സർക്കാർ പൊതുവെ സ്വീകരിക്കുന്നത്. ഇതും അങ്ങനെ തന്നെയല്ലേ ഈ ഘട്ടത്തിൽ പറയേണ്ടത്? നിലവ ഒരു കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. സംസ്ഥാനം ഈ വിഷയത്തിൽ ഒരു മറുപടിയും നൽകിയിട്ടില്ല. അതിന് ആധികാരികമായ വിവരാവകാശ രേഖ ജനം TV തന്നെ നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഡിസംബർ മാസം അവസാനത്തോടെ ഈ രീതിയിൽ സംസ്ഥാനം കൃത്യമായ മറുപടി നൽകിയിട്ടില്ല എന്ന് സംസ്ഥാന സർക്കാർ തന്നെ, പ്രത്യേകിച്ച് സംസ്ഥാനത്തെ തുറമുഖ വകുപ്പ് തന്നെ സമ്മതിക്കുന്ന വിവരാവകാശ രേഖ ജനം TV പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര മന്ത്രിയുടെ കത്ത്, അത് സംസ്ഥാന മുഖ്യമന്ത്രി അഡ്രസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരെഴുതിക്കൊണ്ട്, സ്വന്തം കൈപ്പടയിൽ മുഖ്യമന്ത്രിയുടെ പേരെഴുതിക്കൊണ്ട് സർബാനന്ദ സോനോവാൾ അയച്ച കത്താണ് ഈ രീതിയിൽ സർക്കാരിന് കിട്ടിയിരിക്കുന്നത്. അതിൽ തന്നെയാണ് ഈ
രീതിയിൽ ഒരു പരിഗണനയും നൽകാത്തത് അല്ലെങ്കിൽ ഒരു മറുപടിയും നൽകാത്തത് എന്നുള്ളതാണ്. സംസ്ഥാന വികസനത്തിനെ പറ്റി കേന്ദ്രത്തിന്റെ കാഴ്ചപ്പാടുകൾ കേന്ദ്രമന്ത്രിമാരടക്കം ഇവിടെ വന്ന് കൃത്യമായി വിവരിക്കുമ്പോഴും ഏത് തരത്തിലുള്ള പിന്തുണ സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകണം എന്നുള്ളത് നേരത്തെ പാർലമെന്റിൽ പോലും കേന്ദ്രമന്ത്രിമാർ എടുത്തു പറയുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. കേരളത്തിന്റെ പേര് പറഞ്ഞ് കേരളത്തിലെ സാഹചര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി. അപ്പോഴും ഒക്കെ ഈ രീതിയിൽ ഏത് രീതിയിലാണ് കേന്ദ്ര പദ്ധതികളോട് അല്ലെങ്കിൽ നാടിന് ഗുണമാകേണ്ട ഇത്ര വലിയ ബൃഹത്തായ പദ്ധതികളോട് സംസ്ഥാനം കാണിക്കുന്ന ഒരു സമീപനം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്യേണ്ടത്. കാരണം നാളെ ഇതുവരെയായി ഇതിനൊരു മറുപടി നൽകാൻ പോലും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു പഠനം നടത്താൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറായില്ല എന്ന് പറയുമ്പോഴാണ് എത്ര വലിയ കെടുകാര്യസ്ഥതയാണ് സംസ്ഥാന സർക്കാർ വെച്ചു പുലർത്തുന്നത് എന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ ഈ പദ്ധതിയുടെ ക്രെഡിറ്റ് കേന്ദ്രം കൊണ്ടുപോകുമോ എന്നുള്ളൊരു അങ്ങനെയുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണോ ഈ രീതിയിൽ സർക്കാർ ഇതിൽ നിന്നൊക്കെ പിന്നിട്ട് നിൽക്കുന്നത്? അല്ലെങ്കിൽ അതിനോട് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസും സർക്കാരുമാണ്. പൂവാറിലെ കപ്പൽ നിർമ്മാണശാലയോട് മുഖം തിരിച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ. കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം കേരളത്തിന് കത്തയച്ചു. അത് 5 മാസം പിന്നിടുകയാണ്. പക്ഷേ ഇപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഈ കത്തിനോട് ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. ജനം TV ഈ വാർത്ത പുറത്തുവിടുകയായിരുന്നു. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അയച്ച കത്ത് പുറത്തുവിടുകയായിരുന്നു. വിവരങ്ങളാണ് പ്രജിത്ത് തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്തത്.